ഭദ്ര. അവൻ്റെ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു. ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നു. ഭദ്ര രാഗിണിയെ പിടിച്ചാണ് നടക്കുന്നത്, അതും ഞൊണ്ടിക്കൊണ്ട്. ഭദ്രയെ ബെഞ്ചിലിരുത്തി രാഗിണി മരുന്ന് വാങ്ങാനുള്ള ക്യൂവിൽ നിന്നു. ആദ്യം ആൾക്കാർ ഒന്നും ഇല്ലായിരുന്നു. അതൊരു തരത്തിൽ ആശ്വാസം. രാഗിണി ഒന്ന് നെടുവീർപ്പിട്ടു. ഭദ്ര തലതാഴ്ത്തി ഇരിപ്പാണ്. അനന്തൻ നേഴ്സിനെ അടുത്തേക്ക് വിളിച്ചു. എന്താ അനന്തേട്ടാ? അത് ഭദ്രയല്ലേ, അവൾക്ക് എന്ത് പറ്റിയതാ? നേഴ്സ് അവനെ സംശയത്തോടെ നോക്കി. ഭദ്ര ഒന്നും പറഞ്ഞില്ലേ? എന്ത്? അല്ല, ഞാൻ കരുതി ഭദ്ര എല്ലാം പറഞ്ഞറിഞ്ഞിട്ടാ ആനന്ദേട്ടൻ ഇങ്ങോട്ട് വന്നതെന്ന്. എന്തറിഞ്ഞിട്ട്? അതോ ആ കൊച്ചിൻ്റെ കാല് പൊള്ളി, അവളുടെ അച്ഛനാണെന്ന് തോന്നുന്നു. പിന്നെ തല്ലിയ പാട് വേറെയുമുണ്ട് അവളുടെ ദേഹത്ത്. ഏ? അനന്തൻ അത്ഭുതത്തോടെ ഭദ്രയെ നോക്കി. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞതല്ല, ഞാൻ ഊഹിച്ചതാ. നേഴ്സ് ചുണ്ടുകൂട്ടി. ആനന്ദൻ ഒന്ന് പുഞ്ചിരിച്ചു. അവൻ തലയാട്ടി തിരിഞ്ഞു നടന്നു. എന്നാലും ആരായിരിക്കും അവളെ പൊള്ളിച്ചത്? അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. മരുന്ന് വാങ്ങിക്കഴിഞ്ഞ് രാഗിണി ഭദ്രയെ ചേർത്ത് പിടിച്ചു നടന്നു. ഉപ്പിട്ട് നിലത്ത് വയ്ക്കാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് നീറ്റലുണ്ട്. ഓരോ അടിയും നടക്കുമ്പോൾ കണ്ണ് നിറയുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ എൻട്രൻസിൻ്റെ സ്റ്റെപ്പ് കയറിയത് ഓർക്കാൻ കൂടെ വയ്യ. ഒരു നേഴ്സ് വന്ന് താങ്ങി പിടിച്ചതുകൊണ്ട് വീണില്ല. ഭദ്രമെല്ലെ ഞൊണ്ടി നടന്നു. രാഗിണി തിരക്ക് കൂട്ടുന്നുണ്ട്. വേണുവും ശാകേശും വീട്ടിലില്ലാത്ത സമയം നോക്കി വന്നതാണ്. അതും അമ്മാവൻ്റെ നിർദ്ദേശപ്രകാരം. ഭദ്രയെ കൂട്ടി രാഗിണി വേഗം നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിയുന്നില്ല. എൻട്രൻസിൻ്റെ സ്റ്റെപ്പ് എത്തിയതും രണ്ടാളും ഒന്ന് നിന്നു. രാഗിണി ചുറ്റും നോക്കി. ഒറ്റ മനുഷ്യനില്ല. ഉച്ചസമയമല്ലേ, അതാവും. രാഗിണി പുറത്തേക്ക് നോക്കി. ആരോ ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നു. ആരാണെന്ന് വ്യക്തമല്ല. അത്ര പ്രായമൊന്നുമില്ല, നല്ല കറുത്ത മുടിയാണ്. അപ്പോൾ ചെറിയ ചെക്കനാ? മോനെ. രാഗിണി മനസ്സിൽ രണ്ടും കൽപ്പിച്ച് വിളിച്ചു. ആരോ വിളിക്കുന്ന കേട്ട് അനന്തൻ തിരിഞ്ഞു. ഭദ്രയെ കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. രാഗിണിയും ഭദ്രയും അനന്തനെ കണ്ട് ഞെട്ടി. അനന്തൻ കയ്യിലിരുന്ന് സിഗരറ്റ് നിർത്തിയിട്ട് അവർക്കടുത്തേക്ക് ചെന്നു. എന്താ? അനന്തൻ മീശ പിരിച്ചുകൊണ്ട് ഭദ്രയെ നോക്കി രാഗിണിയോട് ചോദിച്ചു. അത് പിന്നെ മോൾക്ക് കാലിന് വയ്യ, ഒന്നിറക്കാൻ സഹായിക്കാൻ. രാഗിണി വിക്കി വിക്കി കാര്യം അവതരിപ്പിച്ചു. അനന്തൻ ഭദ്രയ്ക്ക് നേരെ കൈനീട്ടി. ഭദ്ര വിറയലോടെ ആ കൈകളിൽ കൈ ചേർത്തു. അനന്തൻ അവളെ ആദ്യ സ്റ്റെപ്പ് പിടിച്ചിറക്കി. ഭദ്രയുടെ കണ്ണുകൾ അനന്തൻ്റെ മുഖത്തായിരുന്നു കൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് വഴുതി അവൾ അനന്തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അനന്തൻ അവൾ വീഴാതെ ചേർത്ത് പിടിച്ചു. ഭദ്ര വേഗം അനന്തനെ വിട്ട് നീങ്ങി നിന്നു. എന്തെങ്കിലും പറ്റിയോ മോളെ? രാഗിണി ചോദിച്ചു. ഇല്ലെന്ന് അവൾ തലയാട്ടി. ശ്രദ്ധിച്ചു പിടിക്കണ്ടേ മോനെ? പറ്റിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നു. എൻ്റെ കുഞ്ഞിന് വയ്യാത്തതുകൊണ്ടാ. രാഗിണി എന്തൊക്കെയോ പിറുപിറുത്തു. ആനന്ദൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ ദേഷ്യത്തോടെ ഭദ്രയെ നോക്കി. തലതാഴ്ത്തി നിൽപ്പാണ് കക്ഷി. വേദന കൊണ്ട് മുഖം ചുളിയുന്നുണ്ട്. ആനന്ദൻ്റെ മുഖം പെട്ടെന്ന് മാറി. അവൻ ഭദ്രയുടെ കൈവിട്ട് നീങ്ങി മുണ്ട് മടക്കി കൊടുത്തു. ഭദ്രയുടെ അടുത്ത് ചെന്ന് അവളുടെ വലം കൈ അവൻ്റെ തോളിലേക്കാക്കി അവളെ രണ്ടു കൈകളിലും കോരിയെടുത്തു. അവൻ ഭദ്രയുടെ കൈവിട്ട് നീങ്ങി മുണ്ട് മടക്കി കൊടുത്തു. ഭദ്രയുടെ അടുത്ത് ചെന്ന് അവളുടെ വലം കൈ അവൻ്റെ തോളിലേക്കാക്കി അവളെ രണ്ടു കൈകളിലും കോരിയെടുത്തു. എന്താ ഉണ്ടായതെന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല അവൾക്ക്. ആനന്ദൻ അവളെ എടുത്ത് സ്റ്റെപ്പ് ഓരോന്നും ഇറങ്ങി. രാഗിണിയുടെ അവസ്ഥ പിന്നെ പറയണ്ട. കണ്ണ് രണ്ടും ഇപ്പോൾ പുറത്തു വരും, അതാ അവസ്ഥ. അവൻ സ്റ്റെപ്പ് ഇറങ്ങിയതും രാഗിണിക്ക് നേരെ തിരിഞ്ഞു. വണ്ടിയിലാണോ വന്നത്? കടുപ്പത്തോടെ തന്നെയുള്ള ചോദ്യം. രാഗിണി അതേയെന്ന് തലയാട്ടി. അപ്പോഴേക്കും അടുത്ത ചോദ്യം. എവിടെ? അനന്തൻ ചോദിച്ചു. രാഗിണി പാർക്കിങ്ങിൽ കിടക്കുന്ന ഓട്ടോയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കാണിച്ചു. അനന്തൻ ഓട്ടോയ്ക്ക് നേരെ നടന്നു. പുറകെ രാഗിണിയും. ഭദ്രയാണെങ്കിൽ അനന്തൻ്റെ മേലെ മുട്ടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കൈ തോളിലൂടെ ഇട്ടതുകൊണ്ട് അത് വെറും പാഴ്ശ്രമം. ഭദ്ര ആ കൈ മെല്ലെ അയച്ചു നീങ്ങാൻ ഒരു ശ്രമം നടത്തി. കുറച്ച് നിമിഷങ്ങളായുള്ള അവളുടെ ചെയ്തികൾ കണ്ട് ആനന്ദൻ അവളെ കലിപ്പിച്ച് ഒരു നോട്ടം നോക്കി. അതോടെ ആള് അടങ്ങി. അനന്തൻ അവളെ ഓട്ടോയുടെ അടുത്ത് നിർത്തി മെല്ലെ പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറ്റി ഇരുത്തിച്ചു. ഡ്രൈവർ അനന്തനെ നോക്കി ഒന്ന് ചിരിച്ചു. അനന്തൻ കലിപ്പിച്ച് നോക്കിയപ്പോൾ അവന് ഡീസൻ്റായി. രാഗിണി കയറുന്നതിന് മുമ്പ് അനന്തനെ നോക്കി. അനന്തൻ അവരെ നോക്കി തലയാട്ടി തിരിഞ്ഞു നടന്നു. മോനെ. രാഗിണി വിളിച്ചു. അനന്തൻ നിന്നു. അവൻ അവർക്കടുത്തേക്ക് ചെന്നു. എന്താ? രണ്ട് കൈയും ഇടുപ്പിൽ വെച്ചുള്ള ഗൗരവമായ മുഖഭാവം. മോൻ വന്ന് ഭദ്രയുടെ അമ്മാവനോടും അച്ഛനോടും സംസാരിച്ചൂടെ? രാഗിണി ചോദിച്ചു. നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. ആപത്തിൽപ്പെട്ടപ്പോൾ ഒന്ന് സഹായിച്ചു. അപ്പോഴും ഇപ്പോഴും അതിൽ കൂടുതൽ ഒന്നുമില്ല. പിന്നെ ഭദ്രയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഭ്രാന്തനെ കെട്ടി ജീവിതം ഹോമിക്കേണ്ട വിധി അവൾക്ക് വേണ്ട. ആനന്ദൻ തിരിഞ്ഞു നടന്നു. രാഗിണി ഒന്നും മിണ്ടാതെ ഓട്ടോയിൽ കയറി. ആനന്ദൻ അകലുന്ന ഓട്ടോയിലേക്ക് നോക്കി. എന്താ ഒരു വിഷമം?
മനസ്സിന് ഭാരം. അവൻ വീണ്ടും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. ഈ ഭ്രാന്ത് എന്നൊക്കെ പറയുന്നത് വെറുതെയാ. ചെറുപ്പത്തിൽ എപ്പോഴോ എന്തെങ്കിലും വന്നെന്നു കരുതി വലുതാവുമ്പോഴും വരണമെന്നുണ്ടോ? ആ മനുഷ്യനെയൊക്കെ കെട്ടാൻ പറ്റിയാൽ അതിൽ പരം ഭാഗ്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഡ്രൈവർ അതും പറഞ്ഞ് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. രാഗിണി അയാൾ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങി. ഭദ്ര കണ്ണുകളടച്ച് രാഗിണിയുടെ തോളിൽ ചാരി. ആനന്ദൻ്റെ വിയർപ്പ് മണം അപ്പോഴും അവളിൽ തങ്ങി നിൽക്കുന്ന പോലെ തോന്നി അവൾക്ക്. അതൊരു ധൈര്യമാണ്. ആനന്ദൻ എടുത്ത ഓർമ്മയിൽ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മംഗലത്ത് അടുക്കുംതോറും രാഗിണിയുടെ ഹൃദയമെടുപ്പ് കൂടി വന്നു. ഓട്ടോ മംഗലത്തെത്തിയതും രാഗിണി കാശ് കൊടുത്ത് വേഗം ഇറങ്ങി. മോൾ ഇവിടെ ഇരിക്കി, ഞാൻ അവർ വന്നൊന്ന് നോക്കിയിട്ട് വിളിക്കാം, രാഗിണി പറഞ്ഞു. ഭദ്ര തലയാട്ടി. ഭദ്ര ഓട്ടോയിൽ നിന്നും ഇറങ്ങാൻ നിന്നു. ചേച്ചി അവിടെ ഇരുന്നോ, അമ്മ വരില്ലേ? അപ്പോൾ ഇറങ്ങിയാൽ മതി, വയ്യാത്ത കാലും വെച്ച് വെറുതെ. അനന്തേട്ടൻ എങ്ങനെയാ അറിയാ? ചോദിക്കേണ്ടെന്ന് കരുതിയതാ, നാവ് ചതിച്ചു. ചെക്കൻ ഒരുമാതിരി ആക്കി ചിരിച്ചു. കോപ്പ് വേണ്ടായിരുന്നു. ഭദ്ര സ്വയം പ്രാഗി. ഞാൻ +2 തോറ്റപ്പോൾ മോശം ചില കൂട്ടുകെട്ടിൽ പെട്ടിരുന്നു. അവിടുന്ന് കുടിയും വലിയും അത്യാവശ്യം തല്ലുകൊളുത്തരും ഒക്കെ കയ്യിലുണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ പോയി അനന്തേട്ടനോട് എൻ്റെ കാര്യം പറയുന്നേ. എന്നെ തിരക്കി. അനന്തേട്ടൻ വരുന്ന സമയത്ത് ഞാനും ഗാങ്ങും ഇരുന്ന് കുടിക്കായിരുന്നു. അനന്തേട്ടൻ വന്ന് ഒരു മേലായിരുന്നു. ഇടഞ്ഞ കൊമ്പൻ കരിമ്പ് തോട്ടത്തിൽ കയറിയ പോലെ. ഞാൻ മാത്രമല്ല, എൻ്റെ ഗ്യാങ് മൊത്തം നന്നായി. അത് കഴിഞ്ഞ ആളെനിക്ക് ഈ ഓട്ടോ വാങ്ങിത്തന്നു. ഇപ്പോൾ സുഖം സ്വസ്ഥം. ഓട്ടോക്കാരൻ ഒന്ന് നെടുവീർപ്പിട്ടു. ഭദ്ര ചിരി കടിച്ചു പിടിച്ച് ഇരുന്നു. ആള് ഭയങ്കര സീരിയസ് ആയി പറയുക. പക്ഷേ എന്താ കാര്യം? അവൻ്റെ വളവളാന്നുള്ള സംസാരവും ആക്ഷൻസും എല്ലാം കണ്ടാൽ തന്നെ ചിരി വരും. തൻ്റെ പേരെന്താ? ഭദ്ര ചോദിച്ചു. അഖില്. ഭദ്രേച്ചിയെക്കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയാം. വിഷ്ണു എൻ്റെ കൂടെ പഠിച്ചതാ, അഖിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭദ്രയുടെ മുഖം മങ്ങി. അപ്പോഴേക്കും രാഗിണി പടിക്കലേക്ക് വരുന്നുണ്ടായിരുന്നു. ഭദ്ര ഇറങ്ങി നിന്നു. അഖിൽ ഓട്ടോ സ്റ്റാർട്ടാക്കി ഭദ്രയ്ക്ക് നേരെ തലചരിച്ചു. ഭദ്രേച്ചി, ഈ ഭ്രാന്തന്മാരുടെ കൂടെ കഴിയുന്നതിൽ പാടാ, ചില കാമഭ്രാന്തന്മാരുടെ കൂടെ കഴിയാൻ. പോട്ടെ. അഖിൽ തലയാട്ടി. ഭദ്രയും തലയാട്ടി. അവൻ ഓട്ടോ തിരിച്ചു. ഭദ്ര മെല്ലെ നടന്നു. ഒരു തരത്തിൽ അഖിൽ പറഞ്ഞത് ശരിയാണ്. നീ എന്തിനാ നടന്നേ? ഞാനും കൂടെ വന്നാൽ മതിയായിരുന്നില്ലേ? രാഗിണി പറഞ്ഞു. ഭദ്ര അവരെ ഒന്ന് നോക്കി. ചുള്ളിക്കമ്പ് തോറ്റുപോകും അതുപോലെ ഒരു രൂപം. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വന്നു. നമുക്ക് ഭാഗ്യമുണ്ട്, അവരൊന്നും വന്നിട്ടില്ല, രാഗിണി നടക്കുന്നതിനിടയിൽ പറഞ്ഞു. രാഗിണി പറഞ്ഞതൊന്നും ഭദ്ര കേട്ടില്ല. അവൾ അനന്തനെക്കുറിച്ചും അഖിൽ അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ചും കീറി മുറിച്ച് ചിന്തിക്കുകയാണ്. SI രാജശേഖരനെ കണ്ട് തിരിച്ചുള്ള യാത്രയിലായിരുന്നു വേണുവും ശാകേഷും. നീ അയാൾ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കുകയാണോ? വേണു ചോദിച്ചു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ശാകേഷ് താല്പര്യമില്ലാതെ മൂളി. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അയാൾക്ക് 19 വയസ്സ് കാണും. ഭദ്രയ്ക്കാണെങ്കിൽ 24. നാട്ടുകാരെ എന്തു പറയും? അയാൾ 43 വയസ്സ് എന്നൊക്കെ പറഞ്ഞത് ചുമ്മാതാ. നാട്ടുകാരെന്തേലും പറഞ്ഞോട്ടെ. 1 കോടിയാ അയാൾ ഇങ്ങോട്ട് തരാൻ പോകുന്നേ. അതിനിടയ്ക്ക് പെണ്ണിനെ അല്ലാതെ വേറെയൊന്നും വേണ്ടെന്നും. നീ നല്ലോണം ഒന്ന് ആലോചിച്ചു നോക്ക്. അല്ല അമ്മാവ, അതൊക്കെ നമുക്ക് ലാഭം തന്നെയാ. മാത്രമല്ല മംഗലത്തെ മൊത്ത സ്വത്തും വെൽപ്പത്രം മുത്തച്ഛൻ അവളുടെ പേരിലാ ആക്കിയിരിക്കുന്നേ. നമ്മൾ വെറും കാര്യസ്ഥന്മാര്. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ രാജശേഖരൻ വാക്കുമാറുമോ എന്നൊരു പേടി. അതുമാത്രമല്ല, അച്ഛൻ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛനെങ്ങാനും വിൽപ്പത്രത്തിൻ്റെ കാര്യം അറിഞ്ഞാൽ തീർന്നു എല്ലാം, ശാകേഷ് പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് അവളുടെ കയ്യിൽ നിന്നും ഒരൊപ്പ് വാങ്ങിയാൽ പോരെ? പിന്നെ സ്വത്തിൻ്റെ കാര്യം അയാൾക്ക് എങ്ങനെ അറിയാനാ? നമുക്ക് മാത്രം അറിയാവുന്ന കാര്യം അളിയന് അറിയില്ല. പിന്നെ അളിയൻ കല്യാണത്തിന് സമ്മതിക്കും, ഭദ്ര പറഞ്ഞാൽ. അവൾ സമ്മതിക്കില്ല. പിന്നെയല്ലേ അവളെ അച്ഛൻ സമ്മതിപ്പിക്കുന്നത്, ശാകേഷ് പറഞ്ഞു. അവൾ സമ്മതിപ്പിക്കാനല്ലേ നമ്മുടെ കയ്യിൽ ഒരു തുറുപ്പ് ചീട്ടുള്ളത്, നിന്റെ വലിയ മൂത്ത അമ്മായി. വേണു ഉറക്കെ ചിരിച്ചു. ശാകേഷും ചിരിച്ചു. പക്ഷെ ഭദ്രയെ വിട്ടുകൊടുക്കാൻ അവൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അവളുടെ അത്ര മുഖഭംഗിയും ശരീരപടിയുമുള്ള ഒരു പെണ്ണുപോലും ഈ നാട്ടിലില്ല. മേക്കപ്പ് പോലും വേണ്ട. ഉണ്ട കണ്ണുകളും തുടുത്ത കവിളും ചുവന്ന ചുണ്ടുകളും നിറഞ്ഞ ചിരിയും. ആരും നോക്കി നിന്നു പോവും അവളുടെ സൗന്ദര്യത്തിന് മുന്നിൽ. ശാകേഷിന് മനസ്സിന് വല്ലാത്ത നഷ്ടബോധം തോന്നി. അനന്തന് പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ തോന്നിയില്ല. അവൻ ശങ്കരമാമനെ വിളിക്കാൻ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ശങ്കരനും മിഥിലയും പുറത്തേക്ക് വന്നു. അനന്തനെ കണ്ട മിഥിലയുടെ കണ്ണുകൾ പ്രണയത്തോടെ തിളങ്ങി. അനന്തേട്ട. അവൻ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു. സുഖാണോ മിഥി? ഓ സുഖം. ഇത്രയിടം വന്നിട്ട് എന്നെ കാണാതെ പോവാൻ നിൽക്കാറുന്നില്ലേ? മനസ്സിനൊരു സുഖമില്ല. പിന്നെ മില്ലിലേക്ക് ഒന്ന് പോകണം. കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു. അനന്തേട്ടൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അനന്തേട്ടനെ? അനന്തൻ അത് കേട്ട് ചിരിച്ചു.
കുറച്ച് സമയമായിട്ട് അനന്തനെ പോലും അറിയാത്ത അനന്തനുണ്ടെന്ന് ആൾക്കിപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ ശരി, ഞാൻ ഇറങ്ങാം. നീ അങ്ങോട്ട് ഒരു ദിവസം വാ, അനന്തൻ പറഞ്ഞു. ഞാൻ പിന്നെ ഒരിക്കൽ വരാം. അനന്തൻ തലയാട്ടി തിരിഞ്ഞതും എൻട്രൻസിനടുത്ത സ്റ്റെപ്പുകൾ അവൻ്റെ കണ്ണിൽ പെട്ടു. അറിയാതൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. അവൻ തലതാഴ്ത്തി തിരിഞ്ഞു നടന്നു. മിഥില അവൻ പോകുന്നതും നോക്കി നിന്നു. കല്യാണം കഴിയുന്നതിന് മുമ്പ് എങ്ങനെയാ അനന്തേട്ട ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ വരിക? അവൾ പുഞ്ചിരിച്ചു. നല്ല അസൽ കൊമ്പനാണ്, നെഞ്ചും വിരിച്ച് തല ഉയർത്തി നടക്കുന്ന കൊമ്പൻ. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ. കണ്ണെടുക്കാൻ തോന്നില്ല. അവൾ ആലോചനയോടെ ഉള്ളിലേക്ക് നടന്നു. അനന്തൻ കാറിനടുത്തേക്കും. ഭദ്രയെ എടുക്കണമെന്ന് കരുതിയതല്ല. പിന്നെ വേദന കൊണ്ട് മുഖം ചുളിയുന്ന കണ്ടപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല. അതാണ് കോരിയെടുത്തത്. എടുത്തു കഴിഞ്ഞപ്പോഴാ അവളുടെ ഓരോ കാട്ടായങ്ങൾ നിലത്തിടാൻ തോന്നി. പക്ഷെ വീഴാതെ ഭദ്രമായി പൊതിഞ്ഞു പിടിച്ചു. പെണ്ണിനൊരു പ്രത്യേക മണമാണ്. പണ്ടെങ്ങും സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ തലയിൽ ചൂടുന്ന ഒരുതരം പൂവ്. നല്ല മണമാണ് അതിന്. അനന്തൻ ചിന്തയോടെ കാറിലേക്ക് കയറി. എന്നാലും ഏതാ ആ പൂവ്? ആത്മകഥം കുറച്ച് ഉച്ചത്തിലായോ. ഏത് പൂവ്? ശങ്കരമാമ സംശയത്തോടെ തിരിഞ്ഞു. അനന്തൻ ഞെട്ടി. ഏത് പൂവ്? അവൻ പതർച്ച മറച്ചു വെച്ച് ചോദിച്ചു. നീയല്ലേ ഇപ്പോൾ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അനന്തൻ ഗൗരവത്തിൽ പറഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു. ശങ്കരനെ ഒന്ന് ആക്കി മൂളി. ഞാനെന്തിനാ ഇപ്പോൾ അവളെ ആലോചിക്കുന്നേ? അതാണ് മൊത്തം കുളമായത്. അനന്തൻ തലകുടഞ്ഞു. ശങ്കരേട്ട, അനന്തൻ ഏതോ ചെടിയിൽ കുടുങ്ങിയിട്ടുണ്ട്, കാർ ഡ്രൈവർ പറഞ്ഞു. മിണ്ടാതിരുന്നില്ലേ? തൂക്കിയെടുത്ത് വെളിയിലിടും. എനിക്ക് ഡ്രൈവർ വേണമെന്ന് നിർബന്ധമില്ല, അനന്തൻ പറഞ്ഞു. ഇയാൾ ചേനയിലാണോ കുടുങ്ങിയത്? നാക്കുചൊറിയൻ. ഡ്രൈവർ ശബ്ദം താഴ്ത്തി പിറുപിറുത്തു. അനന്തൻ്റെ ചുണ്ടിൽ ആരും കാണാതെ ഒരു പുഞ്ചിരി വന്നു. വേണുവും ശാകേഷും വൈകുന്നേരത്തോടെ തിരിച്ചെത്തി. നളിനി ഭദ്രയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം പറഞ്ഞെങ്കിലും വേണുവും ശാകേഷും ഒന്നും മിണ്ടിയില്ല. നളിനിക്ക് നിരാശ തോന്നി. രാഗിണി സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഇതൊക്കെ അറിഞ്ഞിട്ടും അവരെന്താ പ്രതികരിക്കാത്തതെന്ന് ഭദ്ര ചിന്തിക്കാതിരുന്നില്ല. വേണുവും ശാകേഷും ഭദ്രയുടെ കല്യാണക്കാരും വീട്ടിലെങ്ങനെ അവതരിപ്പിക്കുമെന്ന ടെൻഷനിലായിരുന്നു. ഭദ്രയ്ക്ക് ഉറപ്പായിരുന്നു വേണുവും ശാകേഷും കൂടെ തനിക്കെതിരെ എന്തോ വലിയ ചതിക്കുള്ള ഗൂഢാലോചനയിലാണെന്ന്. അല്ലാതെ അവർ ഇങ്ങനെ സൈലൻ്റ് ആവില്ല. പക്ഷെ ആ ചതി എസ് ഐ രാജശേഖരൻ്റെ രൂപത്തിലാവുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല.